ഏത്തയ്ക്ക വെച്ച് നമുക്ക് എളുപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഒരു നാടൻ ഏത്തയ്ക്ക 5-6 ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതല്ലേ അത്, വലിയ വലിപ്പമില്ല, നാടൻ ടൈപ്പ് ഏത്തയ്ക്കയാണ്. അതിനിങ്ങനെ വട്ടത്തിൽ മുറിച്ച് ഒരു പാത്രത്തിലോട്ടിട്ട് അതിലോട്ട് നമുക്ക് തേങ്ങയുടെ 2-ാം പാല്, ഒരു തേങ്ങയുടെ 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ഏത്തയ്ക്കയുടെ ഇതനുസരിച്ച് നിങ്ങൾ പാലെടുക്കണം. ഞാനൊരു തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ 2-ാം പാല്. അത് നല്ലപോലെ കിടന്ന് വേവട്ടെ. കണ്ടില്ലേ, ഏത്തയ്ക്ക തേങ്ങാപ്പാലുമായിട്ട് നല്ലപോലെ വെന്ത് ഒന്ന് യോജിച്ച് വരട്ടെ ആ 2-ാം പാലുമായിട്ട്. അപ്പോൾ ഒന്ന് കുത്തി എല്ലാം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കിടന്ന് നല്ല തിളച്ച് വരട്ടെ. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഞാൻ തേങ്ങയുടെ 1-ാം പാലാണ് ഇത്. അതിലോട്ട് കണ്ടില്ലേ, ഒരു ചെറിയ പാക്കറ്റ് മിൽക്ക് പൗഡറാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണേ. ഒരു പ്രത്യേക ടേസ്റ്റ്. അത് നല്ലപോലെ മിക്സാക്കി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ച തേങ്ങാപ്പാലാണ് ഇത്. പാൽപ്പൊടി ഇട്ട് അരിച്ച തേങ്ങാപ്പാൽ. അത് ഈ വെന്ത ഏത്തയ്ക്ക കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി അധികം തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയേ. ഇനി ഇതിലോട്ട് ഒരിച്ചിരിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം, എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി. എളുപ്പമല്ലേ? ഇനി ഒന്നുമില്ല, ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി. എളുപ്പം നമുക്ക് ബറാത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏത്തയ്ക്ക പായസം അല്ലെങ്കിൽ കറി. നമുക്ക് പല നാട്ടിലും പല പേരായിരിക്കും ഇതിന് പറയുന്നത്. ഈസി ആയിട്ട് വീട്ടിൽ ഏത്തയ്ക്ക ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയോ. ഇനി ഒരു പാനിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് കിസ്മിസ് ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ താളിച്ചൊഴിച്ച് നല്ല ടേസ്റ്റി ഒരു ഏത്തയ്ക്ക കറി. എല്ലാവരും ഈ ബറാത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് അപ്പത്തിലും ഒക്കെ ഒഴിച്ചും കഴിക്കാം. ഇത് ടേസ്റ്റി കറി. ഇനി എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അരിപ്പായസമാണ്. പച്ചരിയില്ലേ, പച്ചരി, അതൊരു ഗ്ലാസ് ഞാൻ ദേ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകി ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ പച്ചരിക്ക്, ഒരു ഗ്ലാസ് പച്ചരിക്ക് അത്രയും വെള്ളം ഒഴിച്ച് ഇനി ഒരു 3 വിസിൽ വരെ അതവിടെ നിന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും ഞാനൊരു ഉണ്ട ശർക്കര, പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളത്, അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1-ാം പാലും 2-ാം പാലും എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ആ ശർക്കരയൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇത് കണ്ട കുക്കറിൻ്റെ വിസിലൊക്കെ പോയി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ആ പച്ചരിയില്ലേ, നല്ല വെന്ത് നല്ല ഇതായിട്ട് വന്നു. ഇനിയിപ്പോൾ എളുപ്പം ശർക്കര, നമ്മൾ ഇതാക്കി വെച്ച ശർക്കര അരിച്ചതാണ്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എനിക്ക് ഇത്രയും മധുരം വേണം, അതുകൊണ്ട് ഞാൻ അത്രയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഉണ്ട ശർക്കര ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊന്ന് തിളയ്ക്കട്ടെ. ആ ചോറും പച്ചരിച്ചോറില്ലേ, അതും ആ ശർക്കരയും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ, ഒന്ന് തിളച്ച്. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയുടെ 2-ാം പാല്, ഞാൻ 2-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ച് എല്ലാം ഒന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച്, കണ്ടില്ലേ, എല്ലാം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരും. ഇത് ഇരിക്കും തോറും കുറുകും, അത് കാരണം നമ്മൾ ഒത്തിരി ഇട്ടങ്ങ് കുറുക്കാൻ പാടില്ല. എല്ലാം ഒന്ന് യോജിച്ച് വന്നെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ തേങ്ങയുടെ 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അധികം തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ആ പാത്രത്തിന് തന്നെ നല്ല ചൂടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തോ. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടില്ല, ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ. ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒന്നുമില്ല, ഒരു പാനിലോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും ഇട്ട്, കിസ്മിസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കിസ്മിസും കൂടെ ഇട്ട് താളിച്ചൊഴിച്ച് നല്ല സൂപ്പർ അരിപ്പായസം റെഡി. എളുപ്പമല്ലേ, കുക്കറിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പായസം.
ഈ ബറാത്തിന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 പായസവും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കണ്ടില്ലേ, ഇരിക്കും തോറും നല്ല കുറുകി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം, അരിപ്പായസം. താങ്ക് യു.